ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. യു എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ബിഗ് ഡേയിൽ നിഫ്റ്റി IT സെക്ടർ 2% ഇടിഞ്ഞതുകൊണ്ട്, TCS, വിപ്രോ, ഇൻഫോസിസ് പോലെയുള്ള IT കമ്പനീസ് ഇടിഞ്ഞതുകൊണ്ട് നിഫ്റ്റി മൈനസിൽ ക്ലോസ് നടത്തിയപ്പോൾ ശ്രീറാം ഫിനാൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ശക്തമായ ഒരു റാലിയിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഏകദേശം ഒരു 1.5% അടുത്ത് റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കാണാം. ശ്രീറാം ഫിനാൻസ് 4%, ബജാജ് ഫിനാൻസ് 3.5%, ബജാജ് ഫിൻസർവ് 1.5%, നെസ്ലെ, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 1.25 മുതൽ 4.5% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ TCS 3.5% ഇടിവ്, ഇൻഫോസിസ് 3% ഇടിവ്, HCL ടെക് 3%, ടെക്കം, വിപ്രോ, നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും IT ആണ്. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ഈ ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ള ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ നിന്ന് ഗെയിൻ രേഖപ്പെടുത്തി. ക്യാബിനറ്റ്, ആഭ്യന്തര മന്ത്രാലയം ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്സിഡി ഈ ഒരു ഫെർട്ടിലൈസർ കമ്പനീസ് കൊടുത്തത് ഗുണകരമായി. അതുപോലെ തന്നെ ടോറൻറ്റ് പവർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ ഹൈഡ്രോ സ്റ്റോറേജ് പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടിയ ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബജാജ് ഹൗസിംഗ് 3 ദിവസത്തെ ശക്തമായ റാലിക്ക് ശേഷം ഇന്നൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് യു എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, അതിൻ്റെ ഭാഗമെന്നോണം ഗ്ലോബൽ മാർക്കറ്റും കുറച്ച് വോളറ്റിലിറ്റിയാണ് ഉള്ളത്. ഇന്നലെ യു എസിലെ ചാഞ്ചാട്ട സൂചികയായിട്ടുള്ള US വിക്സ് 64% സ്പൈക്ക് ചെയ്തിരുന്നു. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CAC 40, ഡാക്സ് അത് മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സും 13.4. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. എന്നാൽ അതിശക്തമായ ഒരു റാലിയൊന്നും ഉണ്ടായില്ല, പോസിറ്റീവിൽ അടച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് വീണ്ടും $2,572 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ 72, ബിറ്റ്കോയിൻ 59,000 എന്ന നിലയിലാണ് നിൽപ്പ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റി സ്പോട്ടുള്ളത് 25,377 PCR 0.9 എന്ന നിലയിലാണുള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ 25,500 നിൽക്കുന്നുണ്ട്. 25,000 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പോൾ നിഫ്റ്റി ഇത്ര നല്ലൊരു വലിയൊരു ഈവൻ്റ് ഉണ്ടായിട്ട് പോലും നിഫ്റ്റിയിലെ അഡ്ദമണിയുടെ ഒക്കെ പരിസരത്ത് ഇത്ര വലിയ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. 0.9 നിഫ്റ്റിയുടെ PCR ഉള്ളത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇനിയിപ്പോൾ നാളെ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ബജാജ് ഓട്ടോയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ബജാജ് ഓട്ടോ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ന്യൂസാണ്. CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ബജാജ് ഓട്ടോനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ്. എന്നാൽ മറുവശത്ത് ബജാജ് ഓട്ടോയുടെ ജനപ്രിയ സ്കൂട്ടറായിട്ടുള്ള ചേതക്കിൻ്റെ EV വേർഷൻ, ചേതക്ക് EV പ്രതി മാസം 35,000 യൂണിറ്റ് അവർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനോക്സ് വിൻഡ് കമ്പനി 550 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള വിൻഡ് പ്രൊജക്റ്റ് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും അവർക്ക് ലഭിച്ചു. TCS കമ്പനി മാക്ഡൊണാൾഡായിട്ട് ഫിലിപ്പീൻസിൽ മാക്ഡൊണാൾഡിൻ്റെ ശൃംഖല വിപുലീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം അതിൻ്റെ IT സർവീസ് എല്ലാം തന്നെ കൊടുക്കുന്നത് ഈ TCS ആണ്. 760 റെസ്റ്റോറൻറ്റിലാണ് TCSന് ഓർഡർ കിട്ടിയിട്ടുള്ളത്. നോവാർട്ടിസ് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന്, ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. റിലയൻസ് ഇൻഫ്ര ഇന്ന് 20% UC പോയിട്ടുണ്ടായിരുന്നു. കമ്പനി 475 കോടി രൂപ ഇവരുടെ ലയബിലിറ്റി ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് കമ്പനി ഇവർക്ക് ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. ഹെറിറ്റേജ് ഫുഡ് കമ്പനി ഇവരുടെ പുതിയൊരു ഐസ്ക്രീം മാനുഫാക്ചറിങ് ഫെസിലിറ്റി 204 കോടി രൂപ മുടക്കി കമ്പനി ഓപ്പൺ ചെയ്തു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനി ഇവർ കെയർ ഹോസ്പിറ്റലായിട്ട് ലയിച്ചേക്കാം എന്നുള്ള ന്യൂസ്, അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. നസാറ ടെക് കമ്പനി 800 കോടി രൂപ ഇവർ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇന്ത്യൻ ഗവൺമെൻറ് ഇവരുടെ സ്റ്റാറ്റസ് ഷെഡ്യൂൾ Sൽ നിന്ന് ഷെഡ്യൂൾ Aയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. സ്റ്റോക്ക് നമ്മൾ കാണുന്നത് പോലെ തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. ഗാർഡൻ ഷിപ്പ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് അതെല്ലാം തന്നെ ഇപ്പോൾ ചെറിയൊരു മയക്കത്തിലാണ്.
അപ്പോൾ അതിലൊക്കെ വലിയ തോതിൽ സ്റ്റോക്കുകളൊക്കെ അക്യൂർ ചെയ്ത ആളുകളും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒനാസ കൺസ്യൂമർ കമ്പനി മാമ എർത്തിൻ്റെ അവരുടെ പ്രൊമോട്ടേഴ്സാണ്. ഇവർ ഓഫ്ലൈൻ ബിസിനസ് ഇവർ വിപുലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. സോം ഡിസ്റ്റിലറീസ് കമ്പനി ഇവരുടെ പ്രീമിയം ബിയർ വുഡ് പേപ്പർ എന്ന് പറഞ്ഞ ബിയർ ഇവർ കർണാടകയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. FMCGയിലെ കമ്പനിയായിട്ടുള്ള മാരിക്കോ ഇവർ അപ്കോസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 40% നിക്ഷേപം ഏറ്റെടുത്തു. HUL കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഇവർ ഗ്ലോബൽ ബ്യൂട്ടി ബ്രാൻഡായിട്ടുള്ള ഹൊർഗ്ലാസ് ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഡോം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ യൂണിക്ലീൻ ഹെൽത്ത് കെയറിൻ്റെ 57% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. 547 കോടി രൂപ മുടക്കി. ഭാരത് എയർടെൽ, എറിക്സൺ, നോക്കിയ ആയിട്ട് ഏകദേശം $1 മില്യൺ ഓർഡറുകളെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ടാറ്റ പവർ ഇവർ 70,000 കോടി രൂപ മുടക്കി ഇവരുടെ നിലവിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 50 ബേസ് പോയിൻറ്റ് അതല്ലെങ്കിൽ 25 ബേസ് പോയിൻറ്റ് എന്നുള്ള നിലയിലാണ് US ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി, HDFC ഒക്കെ അതിശക്തമായിട്ട് കയറി പോയിട്ടുണ്ട്. ഫിനാൻഷ്യൽ നിഫ്റ്റിയിൽ നിന്ന് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ല എന്ന് കരുതുന്നു. കാരണം ഫിനാൻഷ്യൽ നിഫ്റ്റിയിൽ നിന്ന് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ട്രബിളായതിനെ. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇന്ത്യൻ നിഫ്റ്റി വളരെ കൺസോളിഡേറ്റ് ആയി. വലിയൊരു ഈവൻറ്റിന് മുമ്പ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. 1% ആണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഒരു ട്രബിളൊക്കെ ഉണ്ടാവാം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഈ ഒരു ഈവൻറ്റ് കാരണം കൺസോളിഡേറ്റ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബുധനാഴ്ച ദിവസം, അതായത് ഇന്ന് മാർക്കറ്റ് കുറച്ചധികം വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ എന്നാൽ ആ ഒരു പ്രശ്നം കണ്ടില്ല. പക്ഷേ നിഫ്റ്റിയുടെ എക്സ്പയറി നാളെയാണ്. നാളെ വലിയ വോളറ്റിലിറ്റി സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റഡ് ആണ്. നിഫ്റ്റിയിലെല്ലാം തന്നെ കോൾ സൈഡെല്ലാം തന്നെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കുകളൊക്കെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു അപ്പിൽ പോയാൽ തന്നെയും അവർ ഷോർട്ട് കവറിങ് ലോസൊക്കെ ബുക്ക് ചെയ്യും. ഷോർട്ട് കവറിങ് റാലി കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഉണ്ടായതുണ്ടാവും. അത് മാർക്കറ്റിൽ നിലവിലുള്ള ആ ഒരു സന്തുലിതാവസ്ഥേനെ കോട്ടം തട്ടും. അപ്പോൾ എത്ര അകലെയുള്ള സ്ട്രൈക്ക് എടുത്താൽ പോലും അതിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള സംഭവമല്ല. നമ്മൾ വിചാരിക്കും അത്ര അധികം ഉയരത്തിലല്ലേ അല്ലെങ്കിൽ ഇത്ര ഫാറല്ലേ എന്നൊക്കെ. എപ്പോഴും ഹെഡ്ജ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാഷ് ഔട്ട് ആവാതിരിക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണ് പോകും വഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. താങ്ക് യു ഓൾ.